ആറ്റുകാൽ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന തോറ്റംപാട്ട്. പാട്ടുകാർ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥ പറയുന്നു. 2 പതിറ്റാണ്ടിലേറെയായി ആറ്റുകാലിൽ തോറ്റംപാട്ട് പാടുന്നത് കൊഞ്ചിറവിള സ്വദേശി മധു ആശാനാണ്. ദേവിയുടെ അവതാര കഥ ആദ്യ അവസാനം വരെ പാടുന്നതാണ് തോറ്റംപാട്ട് ചടങ്ങ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പതിവുള്ള ചടങ്ങ്. ഈ പാട്ടുപുരയിൽ ഇരുന്നാണ് കലാകാരന്മാർ തോറ്റംപാട്ട് പാടുന്നത്. ഓരോ ദിവസവും പാടുന്ന കഥാഭാഗവും അതത് ദിവസത്തെ ചടങ്ങുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ലക്ഷത്തോളമോ അതിലധികമോ വരികൾ വരുന്ന തോറ്റംപാട്ട് മനഃപ്പാടമാക്കി 10 ദിവസം തുടർച്ചയായി പാടുന്നയാളാണ് മധു ആശാൻ. ഒന്നാം ഉത്സവം ദേവി നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് പാടി ശ്രീകോവിലിനകത്ത് ഉടവാളി കാപ്പുകെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിക്കും. 3-ാം ദിവസം നമ്മൾ ദേവിയുടെ തൃക്കല്യാണം മാലപ്പുറം പാട്ടെന്ന് പറയും. 6-ൻ്റെ അന്ന് രാത്രി ദേവിയുടെ ഭർത്താവിനെ കൊന്ന് 7-ൻ്റെ അന്ന് രാവിലെ 7 മണിക്ക് തോറ്റി 7:30 മണിക്ക് മാത്രമേ ക്ഷേത്രനട തുറക്കുകയുള്ളൂ. 9-ൻ്റെ അന്ന് ദേവിയുടെ ഭർത്താവിനെ കൊന്നതിൻ്റെ പ്രതികാരമായ ദേവി പാണ്ഡ്യൻ നാട്ടിൽ പോയി പാണ്ഡ്യരാജാവിനെ വധിച്ചും കൊണ്ട് പണ്ടാരടുപ്പിൽ തീയെത്തിക്കും. 10-ൻ്റെ അന്ന് ദേവി നമ്മൾ പാടി കുടിയിളക്കി ഉടവാളിൽ നിന്ന് കാപ്പഴിച്ച് കൊടുങ്ങല്ലൂർ ദേവിയെ സങ്കല്പിച്ച് നമ്മളങ്ങാക്കും. വായ്മൊഴിയായി മാത്രം നിലനിൽക്കുന്ന തോറ്റംപാട്ട് എഴുതി പഠിപ്പിക്കാൻ പാടില്ലെന്നാണ് വിശ്വാസം. പാട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് ഗ്രന്ഥമില്ല. ഇത് കേട്ട് പഠിക്കാനേ പറ്റൂ. അച്ഛൻ എന്നെ പഠിപ്പിച്ചത് മേടപ്പത്തിന് വീട്ടിൻ്റെ ഒരു പറമ്പിൽ പാട്ടുവരെ കെട്ടി സന്ധ്യയ്ക്ക് വിളക്ക് എത്തിച്ച് വെച്ച് അവിടെ ഒരു രാത്രി ഒരു 10 മണി വരെ ഇരുന്ന് പാടും. അങ്ങനെ പാടിയാണ് കേട്ടാണ് പഠിക്കുന്നത്. കൈത്താളം തട്ടിപ്പാടുന്ന പാട്ട് പാടാനും പഠിക്കാനും ദേവിയുടെ അനുഗ്രഹം വേണമെന്നാണ് വിശ്വാസം. ഉത്സവകാലം തീരുന്നതുവരെ തോറ്റംപാട്ട് കലാകാരന്മാർ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് താമസം. സുധീഷ്ണും അരുണുമൊപ്പം ടി സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.